ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ നഷ്ടമാണ് ഉണ്ടായത്. എന്നോടൊപ്പം ഇപ്പോൾ CPI-യുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ബാബു സഖാവ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പരാജയത്തെ വിലയിരുത്തുന്നത്? ഇന്നലെ യോഗങ്ങൾ ചേർന്നിരുന്നു, അതിലൊക്കെ ഉരുത്തിരിഞ്ഞൊരു വിലയിരുത്തൽ എന്താണ്? വിശദമായ വിലയിരുത്തലിന് വേണ്ടി ജില്ലാ എക്സിക്യൂട്ടീവുകളും ജില്ലാ കൌൺസിലുകളും കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമേ കൃത്യമായ ഒരു അസസ്മെന്റ് നമുക്ക് നടത്താൻ കഴിയത്തുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു. അപ്രതീക്ഷിതമായി കുറച്ചേറെ സീറ്റുകൾ നഷ്ടമായി. അത് പരിഹരിച്ചു വരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തുന്നത്. പരാജയ കാരണം 1, 2, 3 എന്ന് നമ്പറിട്ട് പറയാൻ ഇപ്പം കഴിയില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ജനങ്ങൾക്ക് പൊതുവിൽ അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ ചില വ്യക്തികളുടെ പെർഫോമൻസിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യാപകമായ അമർഷം ജനങ്ങളിലുണ്ടായിരുന്നു. സിറ്റിംഗ് MLA-മാരെന്നുള്ളതല്ല, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള ചില അമർഷം ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് വേണ്ടത്ര മനസ്സിലാക്കാൻ മുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു കാര്യം പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിനോടൊപ്പം പല കാരണങ്ങളുമുണ്ട്. അത് ജില്ലകളിലെ അനലൈസിസ് കഴിയുമ്പോഴേ പറയാൻ കഴിയും. ഇതിൽ മുഖ്യമന്ത്രിയായിരുന്നു മുഖം എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ഹോർഡിങ്ങുകൾ നമ്മൾ ദേശീയപാതയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാമായിരുന്നു. ഒരു ഏകാധിപതിയെ പോലെ മുഖ്യമന്ത്രി പെരുമാറിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. CPI-ക്ക് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ കഴിഞ്ഞില്ല എന്ന കാര്യം കാണുന്നുണ്ട്. അല്ല, CPI തിരുത്തൽ ശക്തി എന്നുള്ള വ്യാഖ്യാനത്തിലേക്കൊക്കെ മുൻപ് പലപ്പോഴും പലരും പോയിട്ടുണ്ടാവും. തിരുത്തൽ ശക്തിയല്ല, ഞങ്ങൾ അതിനകത്ത് ചില പോരായ്മകൾ വന്നിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയൊക്കെ ആ നിലയിൽ കാണാവുന്നതുമാണ്. അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം അംഗീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു പറഞ്ഞ് തിരുത്തി പോകുന്നതിനുള്ള ഒരു സമീപനം എടുത്തില്ല എന്നുള്ളതാണ് ചർച്ച. ഞങ്ങളത് ഉണ്ട്, അത് തിരുത്താനുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റിൽ മന്ത്രിസഭയിൽ ഒരാളല്ലേ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. ആ മന്ത്രിസഭയെ നയിച്ച വ്യക്തിയുടെ പടം വെച്ചു എന്നുള്ള നിലയിൽ മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ പടം വെച്ചതാണ് ഏറ്റവും വലിയ പോരായ്മയെന്നൊന്നും ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ക്യാപ്റ്റൻ എന്ന രൂപത്തിലാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പലതവണ പറഞ്ഞിരുന്നു, ഒരാളല്ല കൂട്ടായാണ് നേരിടുന്നത്. ആ ഒരു നരേറ്റീവിൽ പ്രശ്നമുണ്ടായിരുന്നോ? അല്ല, ക്യാപ്റ്റൻ എന്ന വാക്കൊക്കെ ഓരോരുത്തരും ചാർത്തി കൊടുത്ത വാക്കുകളാണ്. അങ്ങനെ CPM-ഓ CPI-യോ ആ നിലയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഗവൺമെന്റിനെ നയിക്കുന്നതിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി പ്രാപ്തനായിരുന്നു. ദീർഘനാളത്തെ പാർട്ടി പ്രവർത്തനത്തിൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിന്റെ അനുഭവമുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള ഒരു അതിനുള്ളൊരു ആർജവമുണ്ട്. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിലപ്പുറത്തേക്ക് പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ എല്ലാവർക്കും ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല. അപ്പോൾ ഒരു CPM-നെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്കല്ല ഒരിക്കലും അങ്ങനെ കാണേണ്ടുന്ന കാര്യമില്ല. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ നന്നായിട്ട് അംഗീകരിച്ചു. അതിൽ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി ഞാനത് പറയണമെന്ന് എനിക്ക് തോന്നി. അതെന്തെന്ന് വെച്ചാൽ അത് ഞാൻ കമ്മിറ്റിയിലും പറഞ്ഞു. അത് ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിൽ കേന്ദ്രീകരിച്ചത്. ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയണം, നിശ്ചയമായിട്ടും പറയണം. എന്നാൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയുന്നതോടൊപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിനൊരു പ്രസക്തിയുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം തൊഴിലാളികൾക്ക് അനുകൂലമാണ്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്, കർഷകർക്ക് അനുകൂലമാണ്, കർഷക തൊഴിലാളികൾക്ക് അനുകൂലമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തിന് മുൻതൂക്കം കൊടുക്കാതെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ധരിക്കുന്നത് തെറ്റാണ്. അതാണ് അതിലുണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നയവ്യതിയാനം ഈ സംഭവിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്, അതിലേക്കല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത്? ആ ഇടതുപക്ഷ നയവ്യതിയാനം ഉണ്ടായ സന്ദർഭത്തിലെല്ലാം ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങളും പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പലതിന്റെ കൂട്ടത്തിൽ അതും കൂടെ ഉണ്ട്.
പല കാരണങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടിയുണ്ട്. ഈ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരുന്നത് നേതൃമാറ്റം വേണം എന്നൊരു ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. CPIക്കുള്ളിൽ അങ്ങനെ ഒരു ആവശ്യം, വിനോയ് വിശ്വം മാറണം, അങ്ങയെ കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യമുണ്ട്. CPIയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ഒരു നേതൃത്വ മാറ്റത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത് പാർട്ടി യോഗങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വന്നു എന്നൊക്കെയാണ്. ഞങ്ങളറിയ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു? അല്ല, അതൊക്കെ ജില്ലകളുടെ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷമേ പറയാൻ കഴിയൂ. പ്രാഥമികമായൊരു വിലയിരുത്തലുണ്ടോ? പലരും പറയുന്നുണ്ട് സ്ഥാനാർത്ഥികളെ നിർണയത്തിലൊക്കെ കുറച്ചുകൂടി ജാഗ്രത വേണ്ടിയിരുന്നു. അല്ല, അത് ഞങ്ങൾ ഒരിക്കലും ജില്ലകൾ തന്നിട്ടുള്ള പാനലിൽ നിന്ന് വ്യത്യസ്തമായി ആരെയും എടുത്തിട്ടില്ല. ജില്ലകളുടെ പാനലിൽ നിന്നേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് പരിശോധിക്കേണ്ടുന്നത് പാർട്ടി DCകളാണ്. അതിന്റെ പരിശോധന കഴിഞ്ഞിട്ട് അത് പറയാൻ കഴിയും. ഈ അങ്ങ് പറഞ്ഞല്ലോ ഈ ഇടതുപക്ഷ നയവ്യതിയാനത്തിന്റെ കാര്യം, അത് ഒന്ന് പ്രധാനപ്പെട്ടത് PM ശ്രീയുടെ കാര്യം പറഞ്ഞു. അതിലൊക്കെ തിരുത്തുന്നതിന് മുൻപ് തന്നെ സർക്കാർ പ്രവർത്തിച്ചു. ചിലപ്പോൾ ഏകപക്ഷീയമായ ചില പ്രവർത്തനങ്ങളുണ്ടായി. അപ്പോൾ ആ ഒരു കാരണം ഇതിൽ ഒരു പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവില്ലേ? CPI എത്തുന്നതിന് മുൻപേ ചില തീരുമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. അതാ പലതിൽ ഒന്നെന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ കാരണമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു 1, 2 എന്ന് നമ്പറിട്ട് പറയാൻ ഇപ്പം കഴിയുന്നതല്ല. എന്നാൽ പല കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. PM ശ്രീ മാത്രമല്ല, ഇടതുപക്ഷ നയത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യതിയാനം അത് ഇടതുപക്ഷ മാസിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതൊരു കാരണം തന്നെയാണ്. ഭരണനേട്ടം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല. അതിൽ പ്രധാനം ഈ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. ആശാസമരമടക്കം വലിയ തോതിൽ ചർച്ചയായിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത്. അതിൽ തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. സ്കീം തൊഴിലാളികളെ, അസംഘടിത തൊഴിലാളികളെ, സംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അവരുടെയൊക്കെ നിരവധി വിഷയങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതെല്ലാം അതിന്റെ കൂട്ടത്തിൽ ആലോചിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. കൃത്യമായി ചോദിച്ചാൽ ആശാസമരത്തിൽ ഒരു പരിഗണന കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ആശാസമരത്തോടെ മുഖം തിരിച്ചു നിന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ കുറച്ചുകൂടി ജനകീയമായി പ്രവർത്തിക്കേണ്ടിയിരുന്നു. അതാ ഞാൻ പറഞ്ഞു. അതിനാ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇടയ്ക്ക് മറന്നുപോയി. അങ്ങനെ വിലയിരുത്തല്ലേ? അതിൽ ഗവൺമെന്റിന് അതിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ ഒന്ന് പാർട്ടി വേറൊന്ന് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പാർട്ടി ഗവൺമെന്റിനെ തിരുത്തണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചാൽ അപ്പോൾ തിരുത്താനുള്ള ബാധ്യത പാർട്ടിക്കാണുള്ളത്. 57-ലെ ഗവൺമെന്റിന്റെ സമയത്തും 67-ലെ ഗവൺമെന്റിന്റെ സമയത്തും 77-ലെ ഗവൺമെന്റിന്റെ സമയത്തും 69-ൽ അച്യുതൻ ഗവൺമെന്റിന്റെ സമയത്തും എല്ലാം പാർട്ടി അതിൽ ആ നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ സമയത്ത് നടന്നിട്ടില്ല. അത് എത്രത്തോളം നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. എത്രത്തോളം നടന്നിട്ടുണ്ടാവും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി അതാ. നടന്നിട്ടുണ്ടാവും. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. ഇടതുപക്ഷ നയവ്യതിയാനം ഇടയ്ക്കൊക്കെ സംഭവിച്ചിരുന്നു. അത് തിരുത്താൻ CPI ശ്രമിച്ചിട്ടുമുണ്ട്. അതാണ് ഈ പരാജയത്തിന് പിന്നിലെ ഒരു കാരണം എന്നാണ് പ്രകാശ് ബാബു പറഞ്ഞു വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ദില്ലി.